ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. നമ്മൾ സൂറത്തുൽ ലുഖ്മാനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, ഈ ഭാഗമാണ് വിശദീകരിച്ചു വന്നത്. നമ്മൾ അലം തറൗ, നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയില്ലേ, അന്നല്ലാഹ സഖറ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തസ്ഖീർ ചെയ്തു തന്നു, മാ ഫിസ് സമാവാത് വമാ ഫിൽ അർദ്, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം, വ അസ്ബഗ അലൈക്കും നിഅമഹു, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾക്കവൻ യഥേഷ്ടം ധാരാളമായി കനിഞ്ഞു, ബാഹിറത്തൻ വ ബാത്തിനത്തൻ, ആ അനുഗ്രഹങ്ങൾ അത് പ്രത്യക്ഷമായതും പരോക്ഷമായതും ആയ അവസ്ഥയിൽ, തെളിഞ്ഞ നിലയിൽ ഒളിഞ്ഞ നിലയിൽ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ യഥേഷ്ടം ധാരാളം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ക്ലാസ് അവസാനിച്ചപ്പോൾ സഖറ ലക്കും, നിങ്ങൾക്ക് തസ്ഖീർ ചെയ്തു തന്നു എന്നാണ്. തസ്ഖീർ അതിൽ നിന്നാണ് സഖറ. തസ്ഖീർ തസ്ഖീർ എന്ന് പറഞ്ഞാൽ തദ്ലീൽ എന്നാണ്. തദ്ലീൽ എന്ന് പറഞ്ഞാൽ ദല്ലല യുദല്ലിൽ തദ്ലീൽ കാരണം വിധേയമാക്കി തന്നു, കീഴ്പ്പെടുത്തി തന്നു, അല്ലെങ്കിൽ വിധേയമാക്കി തന്നു. അവിടെ ഉദ്ദേശം ഈ തദ്ലീൽ അല്ലെങ്കിൽ ഈ തസ്ഖീർ അത് ലിൽ ഇൻതിഫാ എന്നാണ്, ഉപകരിക്കുവാൻ വിധേയമാക്കി തന്നു എന്നാണ്. ലിമനാഫിഇക്കും ലിമുറാദാത്തിക്കും, ലിമനാഫിഇക്കും നിങ്ങളുടെ ഉപകാരങ്ങൾക്ക് വിധേയമാക്കി തന്നു. അതേപോലെ തന്നെ ലിമുറാദാത്തിക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അത് നേടുന്നതിന് തസ്ഖീർ ചെയ്തു തന്നു എന്നാണ്. അല്ലാതെ അതിനെ നമുക്ക് ഉടമപ്പെടുത്താൻ എന്നിട്ട് നമുക്കത് മിൽക്കാക്കി തന്നു എന്ന അർത്ഥത്തിലല്ല. അതേസമയം നമുക്ക് ഉപകരിക്കുവാൻ, നമ്മളുടെ ഉപകാരങ്ങൾ നേടിയെടുക്കാൻ, നമ്മളുടെ ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ അതിനെ തസ്ഖീർ ചെയ്തു തന്നു എന്നാണ്. അത് വിമാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം. പിന്നെ സഖറ ലക്കും എന്നാണ്, നിങ്ങൾക്ക് സഖറ എന്നാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ലിമനാഫിയക്കും, നിങ്ങളുടെ ഉപകാരങ്ങൾക്ക്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സഖറ, അള്ളാഹു തസ്ഖീർ ചെയ്തു എന്നാണ്. അള്ളാഹുവാണ് ഇതിനെ എന്ത് ചെയ്തത്? വിധേയമാക്കി തന്നത്. അള്ളാഹുവാണ് ഇതിനെ കീഴ്പ്പെടുത്തി തന്നത്, വിധേയമാക്കി തന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വിധേയമാക്കി തന്നു. അതിനെ നമുക്ക് നമ്മുടെ ഉപയോഗങ്ങൾക്ക്, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിനിയോഗിക്കാം, ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ ഈ സഖറ പറഞ്ഞിട്ട് അവിടെയൊക്കെ അത് അള്ളാഹു ചെയ്തു എന്നാണ്, അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു എന്നാണ്, അള്ളാഹു വിധേയമാക്കി തന്നു എന്നാണ്. മനുഷ്യൻ അവയെ വിധേയമാക്കി എന്നല്ല, മനുഷ്യന് വിധേയമാക്കി എന്നല്ല, പിന്നെ അള്ളാഹു വിധേയമാക്കി തന്നു മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും ഉപകാരങ്ങൾ നേടിയെടുക്കാനും. സഖറ ശംസ വൽ ഖമർ, അല്ലേ? സഖറ ലൈല വന്നഹാറ ദാഇബൈൻ, സഖറ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും തസ്ഖീർ ചെയ്തു തന്നു അള്ളാഹു, ദാഇബൈൻ. അതേപോലെ തന്നെ ശംസ വൽ ഖമർ, ശംസിനെയും ഖമറിനെയും തസ്ഖീർ ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മളുടെ കയ്യിലെടുത്ത് അമ്മാനം മാടാൻ തസ്ഖീർ ചെയ്തു തന്നു മാത്രമല്ല, അള്ളാഹു അതിനെ തസ്ഖീർ ചെയ്തു തന്നു. എന്തിന്? നമ്മളുടെ ഉപയോഗങ്ങൾക്ക്, അവയെ ഉപയോഗപ്പെടുത്താൻ, നമ്മളുടെ ലക്ഷ്യങ്ങൾ അവയിലൂടെ സാക്ഷാത്കരിക്കാൻ. അതാണ് അതിൻ്റെ ഉദ്ദേശം. എല്ലാം അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖർനീൻ. ആരെ? പിന്നെ യാത്രാമൃഗത്തെ സഖറ ലനാ, ഞങ്ങൾക്ക് തസ്ഖീർ ചെയ്തു തന്നു എന്ന് പറയാൻ.
അപ്പോൾ ഓരോന്നിനും ഓരോ രീതി. ഇപ്പോൾ യാത്രാമൃഗത്തെ അള്ളാഹു തസ്ഖീർ ചെയ്തു തന്നു. അതിനാ നമ്മുടെ ഉപകാരങ്ങൾക്ക്, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാണ്. വലിയൊരു ഒട്ടകത്തെ നമുക്ക് തസ്ഖീർ ചെയ്ത അള്ളാഹു അതേ രീതിയിൽ നമുക്ക് കൊതുകിനെ തസ്ഖീർ ചെയ്ത് തന്നിട്ടില്ല. കൊതുക് എത്ര ചെറുതാ അല്ലേ? അതേസമയം ഒട്ടകം എത്ര വലുത്. പക്ഷെ ഒട്ടകം അതിനെ ഒരു കുരുന്നിനെന്ത് ചെയ്യാം, അതിനെ വിധേയമാക്കിയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു ചെറിയ കുട്ടിക്ക് വരെ കഴിയും ഒട്ടകത്തെ കൊണ്ടുനടക്കാൻ. അതേസമയം ഒരു മനുഷ്യന് എത്ര ആജാനുഭാവമാണെങ്കിലും ഒരു കൊതുകിനെ അവന് കീഴ്പ്പെടുത്തി കൊണ്ടുനടക്കുക എന്നുള്ളത് കഴിയില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ വിധേയമാക്കി തരല അതിൻ്റേതായ രീതിയുണ്ട്. അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് അതിനെ വിധേയമാക്കി തന്നത്. അതുപോലെ ഇപ്പോൾ സൂര്യനെ, ചന്ദ്രനെ അള്ളാഹു വിധേയമാക്കി തന്നു. അതെങ്ങനെ വിധേയമാക്കി തന്നു അല്ലേ? അത് ഓരോ നിലക്കാണ്. ഇപ്പോൾ നമ്മൾ സൗരോർജം അല്ലേ സ്വീകരിക്കുന്നു. സൂര്യൻ എത്ര വലിയൊരു സൃഷ്ടിയാണ്. സൂര്യൻ എത്ര വിദൂരതയിൽ നിന്നാണ് നമ്മളിന്ന് എത്ര വിദൂരങ്ങളിലാണ് പക്ഷേ ആ വിദൂരങ്ങളിലുള്ള സൂര്യൻ്റെ ഊർജമാകട്ടെ, അതിൻ്റെ താപമാകട്ടെ, പിന്നെ അതിലുള്ള മറ്റു രാസ വസ്തുക്കൾ, ഇതൊക്കെ ആകട്ടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മുടെ ഉപയോഗങ്ങൾക്ക്, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, അതാണ് സഖറ ലക്കും, അള്ളാഹു തസ്ഖീർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ പ്രത്യേക തസ്ഖീറിൻ്റെ വിഷയം. അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട് എന്ന നിലക്ക് നമ്മൾ പരിസരം മറന്ന് പെരുമാറാൻ പാടുള്ളതല്ല. അവയെ ഉപയോഗപ്പെടുത്താനും നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് അതിനെ സ്വീകരിക്കാനും പടച്ചോൻ്റെ നിയമങ്ങൾ പാലിക്കണം. പടച്ചോൻ പറഞ്ഞ നിയമങ്ങൾ പാലിക്കണം. ഏതെങ്കിലും ഇപ്പോൾ യാത്രാമൃഗം അള്ളാഹു നമുക്ക് അധീനപ്പെടുത്തി തന്നതാണ്, വിധേയമാക്കി തന്നതാണ് വിചാരിച്ചിട്ട് യാത്രാമൃഗത്തോട് അന്യായം പറ്റുമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്രാമൃഗങ്ങളിൽ യാത്ര ചെയ്യാനാണ്, അതിനെ മിമ്പറാക്കിയിട്ട് നിങ്ങൾക്ക് ആളുകളോട് പ്രസംഗിക്കാനല്ല എന്ന് പറഞ്ഞു. യാത്രാമൃഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ അതിൻ്റെ ഹക്ക് നൽകണം. അതിനെ ക്ലേശപ്പെടുത്തരുത്, അതിന് തിന്നാനുള്ള അവസരങ്ങൾ നൽകണം, തുടങ്ങിയ പല കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. അതേപോലെ തന്നെ ഈ വിധേയമാക്കി തന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പടച്ചോൻ ഞങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ട് എല്ലാം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവും, ചില സ്ഥലങ്ങൾ വേട്ടയാടൽ വിലക്കപ്പെട്ട ഏരിയ ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ കുറേശ്ശെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചില സ്ഥലങ്ങളിൽ മീൻ പിടിക്കൽ പാടില്ല. നമ്മൾ യാത്ര പോകുമ്പോൾ കാണാം, ഈ ഏരിയയിൽ വേട്ടയാടൽ പാടില്ല, ഈ ഏരിയയിൽ വിറക് ശേഖരിക്കാൻ പാടില്ല, അവിടുത്തെ മരങ്ങൾ മുറിച്ച് വിറക് ശേഖരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ കാണാം. ചിലയിടത്തുനിന്ന് മണലെടുക്കാൻ പാടില്ല, ചിലയിടത്തുനിന്ന് മണ്ണെടുക്കാൻ പാടില്ല. പഠിച്ചോ ഇതൊക്കെ ഞങ്ങൾക്ക് വിധേയമാക്കി തന്നാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇല്ല. വിനയം അള്ളാഹിൻ്റെ നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, മറ്റു പല ഭൂമി മുഴുവൻ നമുക്ക് കീഴ്പ്പെടുത്തുന്ന വെച്ചിട്ട് എല്ലായിടത്തും നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റുമോ? ഒരു ഹദീസിൽ മൻ സല്ല സഖീമതഹു ഫി തരീഖിൻ ആമിറിൻ, അതായത് ജനങ്ങളെപ്പോഴും പെരുമാറുന്ന ജനബാഹുല്യമുള്ള വഴികളിൽ ഒരാൾ തൻ്റെ സഖീമത്തിന് എന്താ, ഒരാൾ വേസ്റ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ എന്നുള്ള അർത്ഥമാണ്. ക്രമക്കുമുള്ള അള്ളാൻ്റെയും മലക്കളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കിത് കീഴ്പ്പെടുത്തുന്നു, അധീനമാക്കി തന്നു എന്ന് വിചാരിച്ചിട്ട് യഥേഷ്ടം നമുക്കതിൽ പെരുമാറാനോ നമ്മുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ പറ്റില്ല. നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കണം. അത് അള്ളാൻ്റെ നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാൻ്റെ നിയമങ്ങൾക്കും വിധികൾക്കും എതിരാകാത്ത രീതിയിലുള്ളതായ ഇവിടങ്ങളിലുള്ള നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഉപയോഗപ്പെടുത്തൽ, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അലാ കുല്ലി അന്ന അല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന നമ്മൾ പറഞ്ഞു. ഇനി ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ومن الناس അവനെ കുറിച്ച് പറയാം.
ജനങ്ങളിൽ ചിലരുണ്ട് ജനങ്ങളിൽ ചിലരുണ്ട് ജനങ്ങളിലുണ്ട് മൈ യുജാദിലു ഫില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മൈ യുജാദിലു, എന്താ യുജാദിലു? ജിദാൽ. ജിദാൽ എന്താ? ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, സംവാദം. വമിനന്നാസ്, ജനങ്ങളിൽ, മിൻ എന്ന് പറഞ്ഞാൽ തബഈദിൻ്റെ എന്ന് പറയും, ചിലർ എന്നർത്ഥം കിട്ടാൻ. ജനങ്ങളിൽ ഉണ്ട് മൻ, ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരാൾ. അയാളുടെ പ്രത്യേകത യുജാദിലു ഫില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അയാൾ ജിദാൽ നടത്തുന്നു. ജിദാൽ എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദം, സംവാദം, ഖണ്ഡനമണ്ഡനം നടത്തുന്നു. എങ്ങനെ? ബിഗൈരി ഇൽമിൻ, ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവും കൂടാതെ, വലഹുദൻ, യാതൊരു മാർഗദർശനവും കൂടാതെ, വല കിതാബിൻ മുനീറിൻ, വല കിതാബിൻ, ഒരു കിതാബും, കിതാബ് എന്ന് പറഞ്ഞാൽ വേദം, മുനീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം പരത്തുന്ന, ആളുകൾക്ക് അജ്ഞതയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെട്ടം പരത്തുന്ന ഒരു വേദത്തിൻ്റെ പിന്തുണയോ സന്മാർഗത്തിൻ്റെ വല്ല പാഠമോ വിജ്ഞാനമോ ഒന്നും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തർക്കിക്കുന്നവർ ജനങ്ങളിൽ ഉണ്ട് എന്നാണ്. ഇവിടെ ഈ വാവ്, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അതൊന്നുകിൽ അത് ഈ വാവുൽ ഹാൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ വാവുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. അള്ളാഹു ആരാധിക്കപ്പെടണോ വേണ്ടേ, അള്ളാഹു ഏകനാണോ അല്ലേ, ഈ വിഷയത്തിലാണ് തർക്കം. എന്നാൽ ഈ അള്ളാഹിൻ്റെ പേരിൽ തർക്കിക്കുന്നു. ഈ അള്ളയാണ് എന്ത്? സഖർ ലക്കും മാഫി സമാവാതി മാഫിൽ അർദി വസ്ബഗ അലൈക്കും നിഅമഹു ബാഹിറത വ ബാത്തിന എന്നാണ്. ഇതാ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ രീതി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ തർക്കിക്കുന്നവർ ആളുകളിലുണ്ട് എന്നിരിക്കെ ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളിലും ഭുവനങ്ങളിലും ഉള്ളതെല്ലാം അധീനപ്പെടുത്തി കൊടുത്തു. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ ബാഹിറത്തായതും ബാത്തിനത്തായതും യഥേഷ്ടം അവർക്ക് നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നൽകി അതൊക്കെ അറിഞ്ഞ് സമ്മതിക്കുന്നവനാണ് അള്ളാഹിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നത്. ഇത് ഈ മക്കയിൽ അങ്ങനെ തർക്കത്തിന് അതിൻ്റേതായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രസിദ്ധം ഉത്ബ ഇബ്നു റബിയ ആയിരുന്നു. ഉത്ബ ഇബ്നു റബിയ. പിന്നെ ഒന്ന് അബ്ദുള്ള ഇബ്നു സിബാറ. ഇവരാണ് ഭയങ്കര താർക്കികന്മാർ. ഉത്ബ ഇബ്നു റബിയ, ഉത്ബ ഇബ്നു റബിയ ഇബ്നു അബ്ദിശംസ് ഇബ്നി അബ്ദിശംസ് ഇബ്നി അബ്ദി മനാഫ് ഇബ്നി ഖുസൈ ഇബ്നി കിലാബ് ഇബ്നു കഅബ് ഇബ്നു മുറ. ഈ ഉത്ബ ഇബ്നു റബിയ ഖുറൈശിയാണ്. അതുപോലെ അബ്ദുള്ള ഇബ്നു സിബാറ, അയാളും ഖുറൈശിയാണ്. ഉത്ബ ഈ സംവദിക്കാൻ ബഹുകേമനും മിടുക്കനുമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കക്കാരോടുള്ള ഈ പ്രബോധനം, പ്രവാചകത്വത്തിൻ്റെ നിർവഹണം അത് സജീവമാക്കുമ്പോൾ ഖുറൈശികൾ മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്നിട്ട് ഖുറൈശികൾ പിന്നെ പറയുന്നുണ്ട്, ഉൻദുറു ഇല അലമിക്കും ഫിൽ കഹാനത്തി വസിഹരി വശിയ, ജ്യോത്സ്യം, അതേപോലെ തന്നെ മാരണം, അതേപോലെ തന്നെ കവിത, ഇതിലേറ്റവും അറിവുള്ള ആളെ നോക്കാൻ പറയാണ്. എന്തിന്? ഫല്യഅതി ഇലാ ഹാദർ റജുൽ. എന്നിട്ട് അയാൾ ഫല്യഅതി ഇലാ ഹാദർ റജുൽ, ഈ റജുലിൻ്റെ അടുക്കലേക്ക് പോട്ടെ. ഈ റജുൽ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീ പിന്നെ ഫറഖ ജമാഅതന വശത്തത അംറന വസബ്ബ ആലിഹതന, പറയാണ് നമ്മളുടെ പിന്നെ ഐക്യം തകർത്ത, നമ്മളുടെ കാര്യങ്ങൾ ശിഥിലമാക്കിയ, പിന്നെ നമ്മളുടെ ആരാധ്യന്മാരെ മോശം പറഞ്ഞ
മുഹമ്മദിൻ്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് സംസാരിക്കട്ടെ, ഏറ്റവും നമ്മളിൽ ജ്യോത്സ്യം അറിയുന്ന, അതേപോലെ നമ്മളിൽ ഈ കവിത അറിയുന്ന പിന്നെ ആള് പറയണം. അപ്പോൾ എല്ലാവരും പറയാണ്, മക്കാർ കൂടിയിട്ട് നന്നായിട്ട് കൂടിയിട്ട് അവർ പറയണേ, മാന അലമു ഇല്ല ഉത്ബ. നമുക്ക് ഇപ്പം മൂപ്പരോട് സംസാരിക്കണമെങ്കിൽ ആരെ അറിയാം? ഉത്ബയാണ് അറിയാം, ഉത്ബ ഇബ്നു റബിയായെ. മാന അലമു ഇല്ല ഉത്ബത്ത ഈ പിന്നെ റബിയ എന്ന് പറയണം. അങ്ങനെ കുറേശികൾ എന്ത് ചെയ്തു? ഉത്ബയെ വിളിച്ചു. അങ്ങനെ ഉത്ബയോട് പറഞ്ഞു പിന്നെ മുഹമ്മദിൻ്റെ അടുക്കൽ പോയിട്ട് സംസാരിക്കുക. ഉത്ബ കാഞ്ഞ വളവനാ. ഉത്ബ ചെന്നിട്ട് പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ് അൻത ഖൈറുൻ അം അബ്ദുള്ള. മുഹമ്മദ്, നിങ്ങളാണോ ഖൈർ, ഉത്തമൻ, അതല്ല അബ്ദുള്ളയാണ്? അറിയ അബ്ദുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയും? ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വാപ്പാനേക്കാളും ശരിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിപ്പവും മഹത്വവും അറിയുമെങ്കിലും അത് അഹങ്കാരപ്പുറത്ത് കൂട്ടാക്കാത്തവരാണ് ഈ ആളുകൾ. അപ്പോൾ വാപ്പ ഞാൻ എന്ന് പറയാൻ വയ്യ, നീ വാപ്പാന്ന് പറഞ്ഞാലോ? അപ്പോൾ വാപ്പാന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. വാപ്പയാണ് ഉത്തമം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദ്യം. അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കത്ത്, മിണ്ടിയില്ല. അതാണ് അവിടെ എന്ത് ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മിണ്ടിയില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കത്ത്. അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം, യാ മുഹമ്മദ് അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്. നിങ്ങളാണോ ശ്രേഷ്ഠൻ, അതല്ല അബ്ദുൽ മുത്തലിബാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടിയില്ല. കാരണം അവിടെ പ്രതികരിച്ചാൽ അത് അവർക്ക് അടിക്കാനുള്ള വടിയായി. അപ്പം മിണ്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? രണ്ട് ചോദ്യത്തിനും മിണ്ടിയില്ല. അപ്പോൾ പിന്നെ ഉത്ബ പറഞ്ഞു, ഇൻ കുൻത തസ്അമു അന്ന അബ്ദല്ല ഖൈർ ഔ അബ്ദുൽ മുത്തലിബ് ഖൈർ, അബ്ദുൽ മുത്തലിബ് ഖൈർ, അബ്ദുൽ മുത്തലിബ് ഖൈറാണ് അല്ലെങ്കിൽ അബ്ദുള്ളയാണ് ഖൈർ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, വിശ്വാസമതങ്ങൾക്ക് വേണ്ടിയിട്ട് മൂപ്പര് പറയാണ്. റസൂലുള്ളാഹിൻ്റെ പേരിൽ മറുപടി ഉണ്ടാക്കിയിട്ട് മൂപ്പര വക പറയാണ്. പിന്നെ ഇൻ കുൻത തഅലമു അന്ന ഹഉലായി ഖൈർ, ഇവരാണ് ഉത്തമം, അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബുമാണ് ശ്രേഷ്ഠർ എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ, ഫഇന്ന ഹഉലായി അബദു ആലിഹതന, അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബും ഞങ്ങളുടെ ആലിഹത്തിനെ, ഇലാഹുകളെ ആരാധിച്ചവരാണ്, ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിച്ചവരാണ്. ഇതാണ് ആര് പറയണത്? ഉത്ബ പറയണത്. എന്നിട്ട് ഉത്ബ പറയാണ്, വല്ലാഹി മാ റഅയ്നാ സഖീലതൻ അശ്അമലി ഖൗമിൻ മിൻക്. പിന്നെ ഉത്ബയുടെ പറച്ചിൽ, ഒരു ജനവിഭാഗത്തിനും അവരിൽ ഒരു ആട്ടിൻകുട്ടി പോലും ഒരു ശകുനമായി മാറിയിട്ടില്ല, താങ്കൾ ഞങ്ങൾക്കൊരു ശകുനമായി മാറിയതുപോലെ. റസൂലുള്ളാഹിനെ അളക്കുകയാണ്. താങ്കൾ അത്രമാത്രം ഞങ്ങൾക്കൊരു ശകുനമായി മാറിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അൻത ഫറഖ്ത ജമാഅതനെ, ഞങ്ങളുടെ ഐക്യം താങ്കൾ തകർത്തു, വശത്തത അമ്രന, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശിഥിലമാക്കി, വസബബ്ത ആലിഹത്തനെ, ഞങ്ങളുടെ ആലിഹത്തുകളെയൊക്കെ താങ്കൾ ദൂഷ്യം പറഞ്ഞു. പിന്നെ ഇപ്പോൾ പിന്നെ അറബികൾ ഇപ്പോൾ പിന്നെ വിളിച്ചു കൂലി നടക്കുകയാണ്, ഫി ഖുറൈഷിൻ കാഹിന, ഖുറൈശികൾക്കൊരു ജ്യോത്സ്യൻ വന്നിരിക്കുന്നു, ഫി ഖുറൈഷിൻ സാഹിറ, ഖുറൈശികളിലൊരു മരണക്കാരൻ വന്നിരിക്കുന്നു. ഇതൊക്കെ ഖുറൈശികൾ പാടി നടക്കുകയാണ്. ഞങ്ങൾ ഇനി അന്യോന്യം വാളോങ്ങിയിട്ട് ഞങ്ങൾ തീരാൻ പോവുകയാണ്, അറബികൾ തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നോക്കി അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, താങ്കൾക്ക് പിന്നെ ഇനി സ്ത്രീകളിലാണ് ആസക്തി എങ്കിൽ ഖുറൈശികൾ തയ്യാറാണ്, 10 വെനുസവ്വിജുക അശ്റൻ, 10 സ്ത്രീകളെ ഞങ്ങൾ താങ്കൾക്ക് കെട്ടിച്ചു തരാം, കല്യാണം കഴിച്ചു തരാം. വൈൻ കുൻത തുരീദ മാലൻ, ഇനി സ്വത്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജമഅനാ ലക്, താങ്കൾക്ക് ഞങ്ങൾ സ്വത്ത് സംഭരിച്ചു തരാം. ഹത്താ തകൂന അഗ്നാ ഖുറൈശ്, താങ്കൾ ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നനാകുന്നത് വരെ. ഇതൊക്കെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനൊന്നും മിണ്ടിയില്ല. കാരണം ഇതിനെന്തെങ്കിലും ഒരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പർ എന്ത് ചെയ്തു? ഈ കാലിപ്പോസ്റ്റക്ക് ഗോളടിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ മൂപ്പരത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ അബൽ വലീദ് അഫറഗത്, ഈ ഉത്ബൻ്റെ വിളിപ്പേരാണിത്. യാ ഉത്ബ എന്നല്ല, പിന്നെ യാ അബൽ വലീദ്, വലീദിൻ്റെ വാപ്പയാണിത്. അപ്പോൾ അബൽ വലീദ് അഫറഗത്, നിങ്ങളത് തീർന്നോ ചോദിക്കാണ്.
അപ്പോൾ അയാൾ ഞാൻ അതേന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചോദിച്ചപ്പോൾ എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞു, ആരോപണങ്ങളുടെ ശരങ്ങളാണ്. പക്ഷെ റസൂലുള്ളാഹിലൊക്കെ തീർത്തും അവധാനതയിൽ വിവേകത്തിൽ പ്രതികരിച്ചിട്ട് അഫറത്ത് യാ അബൽ വലീദ് തീർന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ തീർന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ എന്ന് തുടങ്ങിയിട്ട് ഓതി. സൂറത്ത് ഫുസ്സിലത്തിൻ്റെ ഓതി അവസാനം അങ്ങനെ ഓതി ഓതി വന്ന് ഫൈൻ ആറളു ഫഖദ് അൻദർതുക്കും സായിഖത മിസ്ല സായിഖത്തി ആദിൻ വസമൂദ് എന്ന് വരെ ഓതി ഉണ്ടല്ലേ. ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇനി ഫൈൻ ആറബു ഈ ആളുകൾ അവർ പുറംതിരിയുകയും മുഖം തിരിക്കുകയുമാണ് എങ്കിൽ ഈ സത്യത്തിൽ നിന്ന് ഫഖദ് അൻദർതുക്കും ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു സായിഖത്തൻ മിസ്ല സായിഖത്തി ആദിൻ വസമൂദ് ആദിനും സമൂദിനും വന്ന ആ ഘോര ശബ്ദം അതുപോലത്തെ ഒരു ശബ്ദം ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് ആ ഓതിയപ്പോൾ ഈ അബുൽ വലീദ് ഉത്ബ ഹസ്ബുക്ക് 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 മതി മതി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ വായ പൊത്തി അപ്പരെന്ത് ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റ് ഓരോരുത്തേക്ക് ചെല്ലുകയാണ്. ഓലവിടെ കാത്തിക്കാണ്, ഈ സംവാദത്തിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ അവർ മാ വറ ഒക്കെ ആ അബൽ വലീദ് ചോദിക്കാൻ ഉത്ബ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ. അപ്പോൾ ഉത്ബ പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ സംസാരിക്കാൻ പറഞ്ഞോ അതൊക്കെ ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം സംസാരിക്കാൻ പറഞ്ഞോ അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രതികരിച്ചതെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിച്ചതൊന്നും എനിക്ക് അറിയണില്ല ഇല്ല എന്തല്ലാതെ ഫൈൻ ആറദു ഫഖദ് അൻദർതുക്കും സായിഖത്തൻ മിസ്ല സായിഖത്തി ആദിൻ വസമൂദ് ഈ അൻദർതുക്കും സായിഖത്തൻ മിസ്ല സായിഖത്തി ആദിൻ വസമൂദ് എന്നുള്ളതല്ലാതെ ഒന്നും എനിക്ക് ഇല്ല, എൻ്റെ തലച്ചോറിലില്ല പറയുന്നു. അപ്പോൾ പറയണു വൈല താങ്കളോട് അയാൾ അറബിയിലല്ലേ സംസാരിച്ചതെന്ന് ചോദിക്കണം. അറബിയിലല്ലേ സംസാരിച്ച് അറബിയിലാണ് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ആകെ എൻ്റെ തലയിലുള്ളത് ഈ ഫഖദ് അൻദർതുക്കും സായിഖത്തൻ മിസ്ല സായിഖത്തി ആദിൻ വസമൂദ് എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഉത്ബ പറഞ്ഞു എന്നാണ്. ഉത്ബ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. ഉത്ബാണ് ബദറിൽ ഉത്ബയും ഷൈബയും വലീദും. ഈ ഉത്ബ ഇബ്നു റബിയ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്, പിന്നെ ഷൈബ സഹോദരൻ ഷൈബത്തുബ്നു റബിയ ഇബ്നു അബ്ദുഷംസ്, പിന്നെ വലീദാര ഈ ഉത്ബൻ്റെ മകൻ അൽ വലീദ് ഇബ്നു ഉത്ബ ഇബ്നു റബിയ. അവർ മൂന്നാമാണ് ബദർ യുദ്ധത്തിൽ യുദ്ധത്തിന് വന്നത്. ഈ ഉത്ബ അടക്കം നിസ്ലാസ്ലമ തങ്ങൾക്ക് വലിയ മതിപ്പായിരുന്നു. ഇയാൾ ഉണ്ടല്ലോ, ഇയാളൊരു പ്രതിഭയായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പിന്നെ ഇതുണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞാലത് പിന്നെ ഗ്രാഹ്യത ഉണ്ടായിരുന്നു. നല്ല ഒരു ചിന്തയും നല്ല ഒരു കവിയായിരുന്നു. സംവാദത്തിൽ ഒരു മികവുള്ള ഒരാളായിരുന്നു സംസാരത്തിലൊക്കെ ഉത്ബ. പക്ഷേ ഉത്ബ അതായത് ബദറിലേക്ക് വരുമ്പോഴല്ലോ പിരിഞ്ഞു പോകാൻ കുറേ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അബൂജഹൽ ഭീരു എന്ന് പിന്നെ കളിയാക്കിയപ്പോഴാണ് ഭീരുവല്ല എന്നുള്ളത് തെളിയിക്കാനാണ് ഇറങ്ങിയത്. മാത്രമല്ല ദൊന്ന യുദ്ധത്തിന് ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയത് ഉത്ബെ, പിന്നെ സഹോദരൻ ഷൈബയും, പിന്നെ മകൻ വലീദും. മൂന്നാളും ദൊന്ന യുദ്ധത്തിൽ തീർന്നു. അതാണ് ഇവരുടെ ഈ പിന്നെ മക്കാരുടെ ജിദാൽ അതിൻ്റെ അവസ്ഥ. ഒരു ന്യായമോ ഒരു തെളിവോ ഇതല്ല ഉദ്ധരിക്കണം എന്താണ്? താങ്കളാണോ താങ്കളുടെ വാപ്പയാണോ ഉഷാർ എന്നാണ്. താങ്കളാണോ താങ്കളുടെ വല്യാപ്പയാണോ ഉഷാർ? പിന്നെ ഈ വിദണ്ഡങ്ങൾ അതിനെ തുടർന്നു. ഇതായിരുന്നു അവരുടെ തർക്കം. ഈ അബ്ദുള്ള ഇബ്നു സിബാറ ഇയാളും ഒരു വലിയ വാചാട്ടോപ്പിയായിരുന്നു, വാദപ്രതിവാദ വീരനായിരുന്നു, കവിയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ എന്ന ആയത്തിറങ്ങി. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, നിങ്ങളും
നിങ്ങളുടെ ആരാധ്യന്മാരും ഹസബു ജഹന്നം നരകത്തിന് വിറകാണ് എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ മക്കയിൽ ഒരു ആർപ്പുവിളിയായിരുന്നു എന്നാണ്. ആർപ്പുവിളി, ഇന്ന മുഹമ്മദൻ കത് സബ്ബ ആലിഹത്തന ശതമ ആലിഹത്തന, മുഹമ്മദ് ഞങ്ങളുടെ ആലിഹത്തിനെ ദൂഷ്യം പറഞ്ഞിരിക്കുന്നു, മോശം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ബഹളം മക്കാർ. ഈ ആയത്തിറങ്ങിയപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരാധ്യന്മാരും ഹസബു ജഹന്നം അൻതുല്ലഹാവാരീദൂൻ, എല്ലാവരും നരകത്തിലേക്ക് വരും എന്നുള്ള അർത്ഥത്തിൽ ആയത്തിറങ്ങിയപ്പോൾ മക്കാർ ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോഴാണ് ഈ അബ്ദുള്ള ഇബ്നു സിബാറ വരുന്നത്. അപ്പം മാബിക്ക് എന്താ നിൽക്കുമെന്ന് ചോദിച്ചു പറയാണ് ഇന്ന മുഹമ്മദൻ അത് സബ്ബ ആലിഹത്തന എന്ന് പറയുന്നു, ശതമ ആലിഹത്തന. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്നക്കുമാത്ത ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ പറഞ്ഞ് ഇന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട, പിന്നെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഈ ആയത്താണ് പറഞ്ഞത്. നമ്മളുടെ ആലിഹത്ത് നരകത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ പറയാണ് ഹസംതുഹു വറബ്ബി ഹാദിഹിൽ ബനിയ എന്നാണ് പറയുന്നത്. ഹസംതുഹു, മുഹമ്മദിനെ ഞാൻ വാദപ്രതിവാദത്തിൽ ഉത്തരം മുട്ടിക്കും. വറബ്ബി ഹാദിഹിൽ ബനിയ, ഈ കാബയാണ് സത്യം. ബനിയ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കാബ, കാബയെ ചൂണ്ടിയിട്ട് പറയുന്നത് കാബയാണ് സത്യം, അല്ലെങ്കിൽ കാബയുടെ റബ്ബാണ് സത്യം, ഞാൻ മുഹമ്മദിനെ ഉത്തരം മുട്ടിക്കും എന്ന് പറഞ്ഞു. ഹസം തുഹു, അതാണ് അയാളുടെ പ്രയോഗം. ഹസം തുഹു എന്ന് പറയാൻ, ഞാൻ ഉത്തരം മുട്ടിക്കും പറയും തർക്കത്തിൽ. അങ്ങനെ ഇയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ യാ മുഹമ്മദ് ഹാദാ ഖാസുൽ ലി ആലിഹത്തിന അം ലികുല്ലി മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അതാണ് ആദ്യത്തെ ചോദ്യം. ഏത് ഇന്നക്കുമ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നം, നിങ്ങളും അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ഒരു നരകത്തിന് വിറകാകും എന്നുള്ളത് ഖാസുൽ ലി ആലിഹത്തിന, ഞങ്ങളുടെ ഇലാഹുകൾക്ക് മാത്രം പ്രത്യേകമാണോ, അതല്ല എല്ലാ ആരാധ്യന്മാർക്കും പൊതുവിലാണോ എന്നാണ് ചോദ്യം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എല്ലാവർക്കും പൊതുവിലാണ്, എല്ലാവരും പൊതുവിലാണ് എന്ന് പറയും. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അടുത്ത ചോദ്യം, അലസ്ത തസ്അമു അന്ന ഈസ അബ്ദുൻ സാലിഹ്, താങ്കളല്ലേ പറയുന്നത്, ജൽപ്പിക്കുന്നത്, താങ്കളല്ലേ വാദിക്കുന്നത് ഈസ ഒരു നല്ല അടിമയാണ് എന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ, ഈസ അബ്ദുൻ സാലിഹാൻ. അൻത തസ്അമു അന്ന ഉസൈർ അബ്ദുൻ സാലിഹ്, പിന്നെ താങ്കളല്ലേ പറയുന്നത് ഉസൈർ അബ്ദുൻ സാലിഹാണ് എന്ന്. പിന്നെ ചോദിച്ചു അൻത തസ്അമു അന്നൽ മലായികത ഇബാദുൻ സാലിഹൂൻ, താങ്കളല്ലേ പറയുന്നത് മലക്കുകൾ സാലിഹ്യങ്ങളായ ദാസന്മാരാണ് എന്ന്. അപ്പം വിശ്വാസം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മൂപ്പര് അതാണ് ആ ചോദ്യം ചോദിച്ചിട്ട് മൂപ്പര് പിന്നെ പറയുന്നത് അതാണ്, ഇതൻ അന്നൻ നസാറ തഅബുദു ഈസ, നസാറാക്കൾ ഈസയെ ആരാധിക്കുന്നു. വന്നൽ യഹൂദ് തഅബുദു ഉസൈറൻ, ജൂതർ ഉസൈറിനെ ആരാധിക്കുന്നു. വന്ന ബനി മുലൈഹ്, ബനു മുലൈഹ് ഗോത്രം, ഹുസാം ആ ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ് ബനു മുലൈഹ്, അവരാണ് മലക്കുകളെ ആരാധിച്ചിരുന്നത്. വന്ന ബനി മുലൈഹ്, ഈ ബനു മുലൈഹ് ഗോത്രം തഅബുദുൽ മലായിക, ഒരു മലക്കുകളെ ആരാധിക്കുന്നു. അപ്പോൾ ഈസയും ഉസൈറും മലക്കുകളൊക്കെ നിങ്ങളുടെ വാദപ്രകാരം കൊടുക്കാണ് നരകത്തിക്കാണ്. അതാണ് മൂപ്പര് മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നെ ഞാൻ ഹസംതുഹു റബ്ബി ഹാദിഹിൽ ബനിയ, കഅബയുടെ റബ്ബാണ് സത്യം, മുഹമ്മദിനെ ഞാൻ ഇത് ഉത്തരം മുട്ടിച്ചു എന്ന് പറഞ്ഞാണ് മൂപ്പര് പോണത്. എല്ലാവരും നോക്കിക്കാണ്. അപ്പോൾ ഇയാളിത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ഈസയും അലൈഹിസ്സലാം പിന്നെ മലക്കുകളും അവരൊക്കെ നരകത്തിന് വിറകാവൂൽ എന്ന് പറയണം താങ്കളുടെ ഈ വാദപ്രകാരം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ തുടർന്നുള്ള ആയത്ത് ഓതി കൊടുത്തു. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബ്അദൂൻ ലാ യസ്മഊന ഹസീസഹ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. അള്ളാഹു അത് മാത്രമല്ല പറഞ്ഞത്, പിന്നെന്താ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, സ്വർഗം അള്ളാഹു നിശ്ചയിച്ചവരുണ്ട്, വിധിച്ചവരുണ്ട്. അവർ ഉലൈക അൻഹാ മുബ്അദൂൻ, അവർ നരകത്തിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെടുന്നവരാണ്. ലാ യസ്മഊന ഹസീസഹ എന്നാണ്. ആ നരകത്തിൻ്റെ
ശബ്ദം പോലും ഇവർ കേൾക്കൂല. അത്ര നരകത്തിൽ നിന്ന് വിദൂരത്തായിരിക്കും ഈസ, ഉസൈർ, മലക്കുകൾ വരൊക്കെ. വഹും ഇവരൊക്കെ ഫീമഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്നർത്ഥമുള്ള ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സിബാറക്ക് ഓതി കൊടുത്തതാണ്. അബ്ദുല്ലാഹ് ഇബ്നു സിബാറക്ക് ഓതി കൊടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാദപ്രതിവാദത്തിൽ അവനെ ഉത്തരം മുട്ടിച്ചു. ഒരു ഭയങ്കര ധിഷണയാണ്, നല്ല കഴിവാണ്. അവന് ഉത്തരം മുട്ടിപ്പോയി. പക്ഷേ ഉത്ബയെ പോലെയല്ല, ഈ അബ്ദുല്ലാഹ് ഇബ്നു സിബാറ മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു. വലിയ സേവനങ്ങളുള്ള ഒരു മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹം കുറേ മദ്ഹ് ചെയ്ത് കവിതയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വിഷയം എന്താ, ഈ ഒരു സ്വഭാവം വിവരക്കേട് വിളമ്പിയിട്ടുള്ള ഈ വാദപ്രതിവാദം അത് മക്കക്കാർക്ക് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് പറയുന്നത്, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകുമ്പോഴും ആ അള്ളാഹുവിൽ ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും ആ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തുന്നവർ ഈ ആളുകളിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ, യാതൊരു അറിവും അതേപോലെ തന്നെ സന്മാർഗ സന്ദേശവും ഒരു വേദത്തിൻ്റെ പിന്തുണയും ഇല്ലാത്ത വിധം എന്നുള്ളതാണ്. ഇവിടെ ഈ അൽ ജിദാൽ, അതാണ് ആ ഒരു വിഷയം. ചിലർ ഈ വാദപ്രതിവാദം അതിൻ്റെ ഒരു അവസരം നമ്മുടെ ദീനിൽ വാദപ്രതിവാദത്തിൻ്റെ ഹുക്മ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് ജിദാൽ നടത്താൻ പറഞ്ഞു. ലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളമൂ മിൻഹും. ഏറ്റവും നല്ല നിലക്കായിരിക്കണം നിങ്ങൾ വേദക്കാരോട് ജിദാൽ നടത്തേണ്ടത്. ജിദാൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, വാദപ്രതിവാദം. നബിമാരൊക്കെ നിർവഹിച്ച അതാണ് ജിദാൽ. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ, യാ നൂഹു ഖദ് ജാദൽതന ഫഅക്സർത ജിദാലന. നൂഹ്, താങ്കൾ ഞങ്ങളോട് ജിദാൽ നടത്തി, സംവാദം നടത്തി. താങ്കളുടെ സംവാദം കുറേ ആയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജിദാൽ അത് ഒരു പ്രബോധനത്തിന് അതേപോലെ തന്നെ പഠനത്തിന് ഒരു ഉത്തമമായ വസീലയാണ്, മാർഗമാണ്. പക്ഷെ പലപ്പോഴും ജിദാൽ എന്തായിരിക്കും, ഒരു സത്യം സ്ഥാപിക്കാനോ ഒരു അസത്യത്തിൻ്റെ ഒരു അന്യായത്തിൻ്റെ തെളിവില്ലായ്മയും അതിൻ്റെ ഒരർത്ഥശൂന്യതയും അത് വ്യക്തമാക്കാനായിരിക്കണം ജിദാൽ. അതിന് യോഗ്യരായ ആളുകളാണ് എങ്കിൽ ജിദാൽ. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് ഒന്നുകിൽ അത് നിർബന്ധമാണ് അതിൻ്റെ സന്ദർഭങ്ങൾ ഹംകല്ല, അല്ലെങ്കിൽ അത് മുസ്തഹബാണ്, പ്രതിഫലാർഹമായിട്ടുള്ള ഒരു വിഷയമാണ് ജിദാൽ എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മക്കയിൽ കഅബയുടെ പരിസരത്ത് ആളുകളോടൊപ്പം ഇരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം. അപ്പോൾ മിസ്റിൽ നിന്ന് ഒരു വ്യക്തി, അയാളൊരു ഖവാരിജ് ചിന്താഗതിക്കാരനാണ്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ എന്താ ഖവാരിജിൻ്റെ പ്രത്യേകത? ഖവാരിജികളുണ്ടല്ലോ, അവരുടെ പല വിശ്വാസങ്ങളും വ്യതിചലിച്ചതാണ്. അവർ പ്രത്യേകത ഭരണാധികാരികൾക്കെതിരിലായിരിക്കും എപ്പോഴും. ഭരണാധികാരികൾക്കെതിരിൽ പിന്നെയുള്ള വികാരങ്ങൾ ഉള്ളിൽ നിറച്ച്, വിദ്വേഷം നിറച്ച് അവർ എന്ത് ചെയ്യും, വരും. എന്നിട്ട് പിന്നെ അവർ എല്ലാവരെയും, ഭരണാധികാരികളെയും ഭരണാധികാരികളെ അനുകൂലിക്കുന്നവരെയൊക്കെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു ജീവിക്കുന്ന സമയത്താണ് ഇയാൾ വന്നത്, ഈ ഖാരിജി വന്നത്. അപ്പോൾ ആളുകളൊക്കെ ചുറ്റും കൂടി ഇരിക്കണമ്പോൾ വരുമ്പോൾ തന്നെ മനി ഷെയ്ഖ്, ഒരു ചോദ്യമാണ്, മനി ഷെയ്ഖ്, ആരാണ് ഈ ഷെയ്ഖ് എന്ന് ചോദിക്കാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഷെയ്ഖ് ഖുറൈശികളുടെ ഷെയ്ഖാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്, ഖുറൈശികളുടെ ഷെയ്ഖാണ് എന്ന് പറയാം. അവൻ ഒരു നേരെയാണ് വന്ന് ഇബ്നു ഉമറിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, ഹൽ ഹദറ ഉസ്മാനു യൗമ ബദർ, ബദർ യുദ്ധത്തിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം.
ഉണ്ടാ മൂപ്പരെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള വികാരം നിറച്ച് വിദ്വേഷം നിറച്ചിട്ട് അത് ഏറ്റി വരികയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനുള്ള ഖവാരിജികൾ പുറപ്പെട്ടിട്ട് ആദ്യത്തെ ഇര അവരുടേത് ഉസ്മാൻ റളിയല്ലാഹുവിനാണ്. അപ്പോൾ അതാണ് പിന്നെ ചോദിക്കുകയാണ്, ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഇബ്നു ഉമർ പറഞ്ഞില്ല, പങ്കെടുത്തില്ല. പിന്നെ ഹൽ ഫറ ഉസ്മാൻ യൗമ ഉഹദ്, ഉഹദ് യുദ്ധ ദിവസം ഉസ്മാൻ റളിയല്ലാഹു ഫറ എന്നാണത് ഓടിപ്പോയിട്ടുണ്ടോ? നിസ്ലാസ്ലം തങ്ങളുടെ സമക്ഷത്തു നിന്ന് യുദ്ധഭൂമിയിൽ നിന്ന് ഓടിയല്ലോ പലരും. അപ്പോൾ ഉസ്മാൻ ഓടിയിട്ടുണ്ടോ ചോദിക്കാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു ഞാൻ. അപ്പോൾ അയാളുടെ അടുത്ത ചോദ്യം, ഹൽ ഹദറ ഉസ്മാനു ബൈഅത്ത് റിദ്വാൻ, ഉസ്മാൻ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ ചോദിക്കണം. ബൈഅത്ത് റിദ്വാൻ ഇവിടെ ഹുദൈബിയയിൽ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ ചോദിക്കാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞില്ല, ഇല്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ ഇയാൾ അല്ലാഹു അക്ബർ തക്ബീർ അല്ലേ, അല്ലാഹു അക്ബർ. എന്താ ഈ അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം എന്താ? ഇവിടെ അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം എന്താ? മൂപ്പര് ബദറിൽ പങ്കെടുക്കാത്തവൻ, ഉഹദിൽ തോറ്റോടിയവൻ, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുക്കാത്തവനാണ് ഉസ്മാൻ എന്നുള്ള അത് കേട്ടിട്ടുണ്ടല്ലോ. ആ വിദ്വേഷം നിറച്ചിട്ട് വരികയാണ്. അപ്പോൾ അതിനുള്ള തെളിവ് ഇവിടുന്ന് കിട്ടിയപ്പോൾ അല്ലാഹു അക്ബർ. ഇനി മൂപ്പർക്ക് എന്ത് വേണം? ഇനി പോയിട്ട് കലാപം നടത്തണം. അതാണ് ഇത്. ഇയാൾ പറയുമ്പോൾ തന്നെ ആളുകൾ ഇബ്നു ഉമറിനോട് പറയുന്നുണ്ട്, പിന്നെ ഇബ്നു ഉമർ നിങ്ങളുടെ പ്രതികരണം അത് അയാൾ കൊണ്ടുപോകണത് എന്തിനാണ്? ഫസാദിന് വേണ്ടിയാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇബ്നു ഉമർ തന്നെ അയാളെ വിളിക്കുന്നുണ്ട്, വേഗം അയാൾ വിളിക്കുന്നുണ്ട്. അയാൾ വിളിച്ചിട്ട് ഇബ്നു ഉമർ പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു ബദറിൽ ഉസ്മാൻ പങ്കെടുത്തില്ല. അതിൻ്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നു. അവർ മരണത്തോട് മല്ലിട്ടിട്ട് രോഗശയ്യയിലാണ് ബദറിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ്? മദീനയിൽ ശേഷിച്ചതാണ്. അദ്ദേഹത്തിന് ബദറിൽ നിന്ന് പിന്താനുള്ള ഒഴികയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഓഹരി, ബദറിൽ പങ്കെടുത്തവരുടെ യുദ്ധ ഓഹരി ഉസ്മാൻ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഉസ്മാൻ ബദറിൽ പങ്കെടുത്തവരെ പോലെ ഈ വിവരമായിരിക്കില്ല. അതാണ് ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ ആയിരിക്കില്ല, ഈ ഖാരിജിക്കില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം ഉഹുദിൽ ഓടിയിട്ടുണ്ടോന്നാണ്. ഉഹുദിൽ ഓടിയിട്ടുണ്ടോന്നാണ്. അപ്പോൾ ഓടിയെന്ന് കേട്ടതോടുകൂടി മൂപ്പര് അല്ലാഹു അക്ബർ ചൊല്ലില്ലേ. അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, ഉസ്മാൻ മാത്രമല്ല ഉഹുദിൽ ഓടിയത്. ഉസ്മാൻ മാത്രമല്ല, ഉഹുദിൽ പലരും ഓടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചില സമയത്ത് 2 ആളുണ്ട്, ചില സമയത്ത് ഹദീസിൽ കാണാം 6 അൻസാരികളും 2 മുഹാജിറുകളും മാത്രമേ റസൂലുള്ളാഹിന്റെ കൂടെ ഉഹുദിൽ ചില സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ അതിലേറെ ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പലരും ഓടിയിട്ടുണ്ട്. 700 ആളുകളിൽ പലപ്പോഴും ഇത്ര ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ റസൂലുള്ളാഹിന്റെ ചുറ്റും. ബാക്കിയുള്ളവരൊക്കെ ഓടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉഹുദിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്ന തവല്ലൗ മിൻക യൗമൽ ഫുർഖാനി ഇന്നമസ്തസല്ലഹുമു ശൈത്താൻ ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും വലഖദ് അഫല്ലാഹു അൻഹും. ഇരു സൈന്യങ്ങളെ ഏറ്റുമുട്ടിയ ഉഹുദ് യുദ്ധദിനം ആരാണോ ഓടിപ്പോയത് വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടാവും ഓടിപ്പോയവർക്കൊക്കെ. അവരിൽ ആരുമുണ്ട്? ഉസ്മാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു പുറത്തു കൊടുത്ത ഉസ്മാനെ പിന്നെ അതിൻ്റെ പേരിൽ വിചാരണ നടത്താനും കുറ്റാരോപിക്കാനും പാടുള്ളതല്ല എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ മൂന്നാമത്തെ എന്താണ്? ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടാണ്. ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മക്കക്കാരോട് സംസാരിക്കാൻ വേണ്ടി നിയോഗിച്ചതാണ്. 1400 പേരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പോയി ഉംറ നിർവഹിക്കാൻ. പക്ഷേ മക്കക്കാരെന്ത് ചെയ്തു? അവരെ ഹുദൈബിയയിൽ തടഞ്ഞിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടരും ഈ യുദ്ധവേഷത്തിലല്ല ഉംറ വേഷത്തിലാണ്. അവർ മക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മക്കക്കാർ അവിടെ കലാപം ഉണ്ടാക്കും. ഇവർ നിരായുധരാണ്. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വിളിപാടകലെ മക്ക എല്ലാവരും ഉംറയുടെ വേഷത്തിൽ. അപ്പോൾ അവരോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒരാൾ പോകണം. ആരെ പറഞ്ഞയക്കും? ഈ 1400 പേരിൽ മക്കക്കാർ കൂട്ടാക്കുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. ഉസ്മാൻ മാത്രമാണ്. മക്കക്കാർക്ക് അത്ര ഇഷ്ടമായിരുന്നു ഉസ്മാനോട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നത്? ആ കൂട്ടത്തിൽ നിന്ന് ഉസ്മാൻ എന്ത് ചെയ്യുന്നത്? മക്കക്കാരോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി വിട്ടത്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 പേര് മക്കക്കാർ തടഞ്ഞു. ഈ വർഷം പറ്റൂല, മക്കയിൽ ഉംറ ചെയ്യാൻ തവാഫ് ചെയ്യാൻ സമ്മതിക്കൂല
എന്നിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. പക്ഷേ ഈ കൂട്ടത്തിൽ നിന്ന് ഉസ്മാൻ ചെന്നപ്പോൾ അവർ അഹ്ലൻ അബ അബ്ദില്ല മർഹബൻ, അവർ സ്വാഗതം ഓതി അബ അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഉസ്മാനെ. എന്നിട്ട് തവാഫ് ചെയ്യാൻ പറഞ്ഞു, ഉംറ ചെയ്യാൻ പറഞ്ഞു ഉസ്മാന് മാത്രം. പക്ഷേ ഉസ്മാൻ അള്ളഹാനെ സമ്മതിച്ചില്ല. ഉസ്മാൻ പറഞ്ഞു റസൂലുള്ളാഹിനെ അവിടെ തടഞ്ഞിട്ടിട്ട് ഞാൻ ചെയ്യേ. ഉസ്മാൻ അള്ളഹാനെ സമ്മതിച്ചില്ല. പക്ഷേ അവർ എത്ര ഹൃദയമായിട്ട് ഉസ്മാനെ സ്വീകരിച്ച്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് എന്ത് ചെയ്തു, അവർ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. ഉസ്മാൻ അവരോട് സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ഉസ്മാൻ ആയത് കാരണത്താൽ അവരെന്ത് ചെയ്യുന്നില്ല, വേഗം ഉസ്മാനെ എന്ത് ചെയ്യണില്ല, തിരിച്ചയക്കണില്ല. അവർ പിടിച്ചു വെക്കുകയാണ്, ഉസ്മാൻ അവിടെ പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരു വാർത്ത പരന്നു, ഉസ്മാൻ അവർ കൊന്നിരിക്കുന്നു, ഉസ്മാനെ വധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തു, ഉസ്മാൻ മടങ്ങി വരാത്തത് എന്നുള്ള വാർത്ത പരന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്തത്, ഉസ്മാനെ അവർ വധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരോട് മക്കക്കാരോട് പോരടിക്കണം, മരണത്തിന് വേണ്ടിയിട്ട് ബയ്യത്ത് സ്വീകരിക്കുന്നത്. ബയ്യത്ത് റിദ്വാൻ, അതിനാണ് ബയ്യത്ത് റിദ്വാൻ. അതും ആർക്ക് വേണ്ടിയിട്ട്, ഈ ഉസ്മാനിന് വേണ്ടിയിട്ട്. പക്ഷേ ഉസ്മാനെ അവർ അവർ ഉസ്മാനോടുള്ള ആ പിന്നെ ബന്ധം കാരണത്താൽ അദ്ദേഹത്തെ അവർ സംസാരത്തിൽ തുടർത്തി പിടിച്ചു നിർത്തിയതാണ്. ഏതായാലും ബയ്യത്ത് റിദ്വാൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 പേരിൽ നിന്നും ബയ്യത്ത് സ്വീകരിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തറിയോ, തൻ്റെ കൈ പൊക്കി എന്നിട്ട് പറഞ്ഞ ഹാദിഹി യദു ഉസ്മാൻ. ഈ ബയ്യത്തിൽ ആര് വരുന്നില്ല, ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള ബയ്യത്താണ്. ഇവരെ കുറിച്ച് റസൂൽ അള്ളാഹ് പറഞ്ഞത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത ശജറ. ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്തവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ ബയ്യത്താണ്. അപ്പോൾ അതിനാരില്ല, ഉസ്മാനില്ല. ഉസ്മാൻ അവിടെയാണ്. ഉസ്മാൻ റളിയല്ലാഹു മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരും ചെയ്ത്. അപ്പോൾ ഉസ്മാൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പോൾ റസൂൽ ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് പറയാണ് ഹാദി യദു ഉസ്മാൻ, ഇത് ഉസ്മാൻ്റെ കൈയാണെന്ന് പറഞ്ഞിട്ട് റസൂൽ ആ കൈ റസൂലുള്ളാഹിൻ്റെ തന്നെ മറ്റേ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഉസ്മാന് വേണ്ടിയിട്ട് ബയ്യത്ത് ചെയ്തു. ഇതാണ് ഉസ്മാൻ സ്ഥാനമാണ്. അത് സംഭവം മുഴുവൻ അറിയിക്കണം, ഉസ്മാൻ്റെ സ്ഥാനമാണ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ഈ ഖാരിജി പറയാണ് അവനക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, ഉസ്മാൻ ബയ്യത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം ബയ്യത്ത് റിദ്വാനിൽ പങ്കെടുക്കാൻ ശരീരം കൊണ്ട് അവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ള ബയ്യത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാളെ വിട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ വിവരക്കേടിനാൽ ഉണ്ടല്ലോ ബിഗൈരി ഇൽമിൻ വല ഹുദൻ വല കിതാബ് മുനീർ, അതിൻ്റെ ഒരു ഉദാഹരണം പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണതാണ് ഇത്. ഈ ഒരു വിഷയം ഇതിൻ്റെ ചരിത്രങ്ങളുണ്ടല്ലോ. ഈ പിന്നെ ജിദാൽ ഷൗക്കാനി അല്ലാമ ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ ഈ മുഅ്തസിലികളുടെ വിശ്വാസം, ഖവാരിജികളുടെ വിശ്വാസം എന്താ, വൻപാപം ചെയ്താൽ എന്താ വിഷയം, ഒരാൾ ഒരു മുസ്ലിം നാമധാരി ഒരു മുസ്ലിം, അയാൾ ഒരു വൻപാപം ചെയ്തു, ഒരാൾ മദ്യപിച്ചു എന്ന് വെക്കുക, എന്താ ഖവാരിജികൾ എന്താ പറയുക, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നെ പരലോകത്ത് നരകത്തിൽ ശാശ്വതമാണ് എന്നുള്ളത്, നരകത്തിൽ ശാശ്വതമാണ്. എന്നാൽ കപട വിശ്വാസികളെ പോലെ അവിശ്വാസികളെ പോലെ നരകത്തിൽ നിത്യവാസികളാണ് വൻപാപം ചെയ്ത ഒരു മുസ്ലിം എന്നാണ്. അതാണ് അവരുടെ വാദം. ഇപ്പോൾ ഷൗക്കാനി അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ്സിൽ ഒരു കീടം അയാളുടെ വിഷയം ഇതാണ്. അപ്പോൾ അദ്ദേഹം അല്ലാമ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷഫാഅത്തിൻ്റെ ഹദീസ് വിശദീകരിക്കുകയാണ്. ഷഫാഅത്തിൻ്റെ ഹദീസിൽ എന്താ വിഷയം, എന്താ ഷഫാഅത്ത്, ആർക്കാ ഷഫാഅത്ത്? ഷഫാഅത്തുകൾ പലതുണ്ട്. ഒന്ന് വിചാരണക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്തുൽ ഉദുമ അല്ലേ, വലിയ ഷഫാഅത്ത്. പിന്നെ ഷഫാഅത്ത് ഉണ്ടായിരിക്കെ, ആർക്കാ ഷഫാഅത്ത്? അഹ്ലുൽ കബായിർ മിൻ ഉമ്മത്തി, ഉമ്മത്തിൽ തെറ്റ് ചെയ്തവർക്കുള്ള ഷഫാഅത്ത്. അതെന്താ, അവർ നരകത്തിൽ വീഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ നരകത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കാനുള്ള ഷഫാഅത്ത് അല്ലേ. ചില തെറ്റുകൾ കാരണത്താൽ ചിലർ നരകത്തിൽ വീഴ്ത്തപ്പെടും അല്ലേ. ചിലരുടെ മുഖം മാത്രം നരകത്തിയിൽ കരിയില്ല, സുജൂദിൻ്റെ സ്ഥലം മാത്രം നരകത്തിൽ കരിയില്ല, ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യും, ഷഫാഅത്തിലൂടെ പുറത്തെടുക്കും അല്ലേ. എന്നിട്ട് അവരെ കുളിപ്പിച്ചതിന് ശേഷം സ്നാനം ചെയ്തിട്ട് പിന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ലേ. അപ്പോൾ ഉമ്മത്തിലെ വൻപാപികൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മുന്നിൽ അവരുടെ പാപം പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അവരിൽ ശിക്ഷ അറിയിക്കുന്നവർക്ക് എന്തുണ്ട്, നരകത്തിൽ ശിക്ഷ ഉണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. പക്ഷേ ഈ നരക ശിക്ഷ അവരുടെ തെറ്റിനുള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനു മുമ്പായി ഷഫാഅത്തിലൂടെ എന്ത് ചെയ്യും, ഷഫാഅത്തിലൂടെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. പിന്നെ അവരുടെ കർമ്മങ്ങൾ പലതും അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് പറയുന്നത് ആ വൻപാപം ചെയ്തവൻ പുറത്തെടുക്കില്ല എന്നുള്ളതാണ്. ഷഫാഅത്തിനെ നിഷേധിക്കുകയാണ്. വൻപാപം ചെയ്തവൻ പുറത്തെടുക്കില്ല. ഷെയ്ഖിനെ സദസ്സിൽ നിന്ന് പോകാൻ സമ്മതിക്കണില്ല, ക്ലാസ് അവസാനിപ്പിക്കാൻ ചെയ്യുന്നില്ല, ഇവന് തർക്കിക്കുകയാണ്, ഷെയ്ഖിനോട് തർക്കിക്കുകയാണ്. വൻപാപികൾക്ക് ഷഫാഅത്തില്ല. അപ്പോൾ ഷെയ്ഖ് എങ്ങനെ ഇത് അവസാനിപ്പിച്ചറിയോ? ഷെയ്ഖ് പറഞ്ഞത്
നീ നരകത്ത് കിടക്കുമ്പോൾ ഷഫാഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മലക്കുകളാണല്ലോ പുറത്തെടുക്കുക. മലക്ക് നിന്നെ പുറത്തെടുക്കാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുഅ്തസിലിയാണ്, അതുകൊണ്ട് എന്തുക ഞാൻ മുഅ്തസിലിയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു വരാൻ പാടില്ല, ഞാൻ ഇതിന് വലിയ നരകത്തിൽ നിത്യശിക്ഷ അനുഭവിക്കേണ്ടവനാണ്, അതുകൊണ്ട് എന്നെ പുറത്തെടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പറഞ്ഞാൽ മനസ്സിലായില്ല. അയാൾ മുഅ്തസിലിയാണ്. അയാളുടെ വാദം എന്താ? ഒരു വൻപാവി നരകത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അയാൾ നരകത്തിൽ ശാശ്വതവാസിയാണ്. അപ്പോൾ പറഞ്ഞ് അന്നെ മലക്ക് പുറത്തെടുക്കാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുഅ്തസിലിയാണ്, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, മഅസ്സലാമ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞതാണ്. ഇതാണ് ഈ വിവരക്കേടിൻ്റെ ആളുകളുടെ വാദപ്രതിവാദത്തിൻ്റെ ഒരു അവസ്ഥ. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളിലുള്ളതെല്ലാം അധീനപ്പെടുത്തി കൊടുത്തു, ഭൂമിയിലുള്ളതെല്ലാം അധീനപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിൻ്റെ നിഅം അനുഗ്രഹങ്ങൾ അത് ബാഹിറത്തായ നിലക്ക് ബാത്തിനത്തായ നിലക്ക് അവർക്ക് യഥേഷ്ടം നൽകി. എന്നിട്ടും എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? അവർ തർക്കിച്ചുകൊണ്ടിരിക്കുക. ആ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണോ വേണ്ടേ? ആ അള്ളാഹു അവൻ യഥാർത്ഥ ആരാധനാണല്ലേ എന്നുള്ള വിഷയത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഇതാണ് ഇവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ പറയുന്നത്. ചില ആളുകൾ പറയും ഈ വാദപ്രതിവാദങ്ങൾ, ഖണ്ഡനമണ്ഡനങ്ങൾ ഇതൊന്നും എന്തല്ല, ദഅവത്തിന് പിന്നെ ഉപയുക്തല്ല, അത് പാടുള്ളതല്ല എന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു പുരോഹിതൻ, ജൂത പുരോഹിതൻ ഒരു തർക്കത്തിന് വന്നതാണ്. അപ്പോൾ തർക്കത്തിന് വന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അലസ്ത തസ്അമു അന്ന അഹ്ലൽ ജന്നതി യഅകുലൂന വയശ്റബൂൻ. മുഹമ്മദ്, താങ്കളല്ലേ പറയുന്നത്, വാദിക്കുന്നത് സ്വർഗവാസികൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന്? സഹാബികളോടൊപ്പം റസൂൽ ഇരിക്കുമ്പോഴാണ് ഈ യഹൂദ പണ്ഡിതൻ വന്നിട്ട് ചോദിക്കണത്, താങ്കളല്ലേ പറയുന്നത് സ്വർഗവാസികൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ പിന്നെ നിറഞ്ഞ ആളുകളാണല്ലോ. ഇത് റസൂൽ അതേന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ആളുകൾക്ക് തിരിഞ്ഞിട്ട് ഇയാൾ പുരോഹിതൻ പറയണ ഹസം തുഹു അല്ലെങ്കിൽ ഉഹാസിമുഹു എന്നാണ്. ഉഹാസിമു എന്നാണ് എന്താ? ഞാൻ ഉത്തരം മുട്ടിക്കുന്നതാണ്. അപ്പോൾ ഈ സ്വർഗവാസികൾ അങ്ങനെ ഭക്ഷിക്കുകയും അതേപോലെ പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാജത്ത് ഉണ്ടാകൂലേ എന്ന് ചോദിക്കണം. ഹാജത്ത് എന്നാണ് എന്താ? മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടി വരൂലേ എന്ന് ചോദിക്കാൻ. അതിൽ കൈയടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അലൈസലഹും ഹാജ, അവർക്കപ്പോൾ സ്വർഗവാസികൾക്ക് ഹാജത്ത് ഉണ്ടാവില്ല. ഹാജത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടില്ല, ഈ തിന്നണവും കുടിക്കണോ ഒക്കെ എന്ന് പറയാണ്. അപ്പം മലമൂത്ര വിസർജനം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗമല്ലേ. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളോട് അതിനെ പ്രതികരിച്ച്, സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലഹു റായിഹത്തുൻ കരീഹിൽ മിസ്ക് എന്നാണ് ഒക്കെ മാക്കാൽ. അവർക്ക് ഒരു തരം അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു തരം പരിമളം പുറത്തേക്ക് ബഹിർഗമിക്കും. അതിന് കസ്തൂരിയുടെ മണമായിരിക്കും. ആ പരിമളം ശരീരത്തിനകത്തുനിന്ന് ബഹിർഗമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വയറുകൾ ഇങ്ങനെ ഒട്ടിയ നിലക്ക്, വയറുകൾ കുമ്പെന്ന് ചാടാതെ ഇങ്ങനെ ഒട്ടിയ നിലക്കായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതാണ്. സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്തില്ല, അവർ മലമൂത്ര വിസർജനത്തിന് വിധേയരല്ല. പിന്നെയോ അവർ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറയുന്നുണ്ട്, വൈന അഹദഹും ലയുതി ഖുവത മിയതു റജുലിൻ. സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് തന്നെ 100 ആളുടെ ശക്തിയായിരിക്കും. ഫിൽ അക്ലി വശുർബി വശഹ്വതി വൽ ജിമാ, അങ്ങനെയൊക്കെയാണ് ഹദീസിൻ്റെ പ്രയോഗം. തിന്നുന്നതിൽ, കുടിക്കുന്നതിൽ, പിന്നെ വികാരപ്രകടനത്തിലൊക്കെ ഒരു വ്യക്തിക്ക് തന്നെ 100 പേരുടെ ശക്തിയായിരിക്കും. എന്നിട്ട് അവർ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിസർജിക്കേണ്ട മൂത്രവിസർജനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു പരിമളത്തിൻ്റെ ബഹിർഗമനമാണ്. ആ പരിമളം അതിന് കസ്തൂരിയുടെ മണമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതോട് കൂടിയിട്ട് ഈ ആൾ ഉത്തരം മുട്ടി എന്ന ഹദീസിൽ കാണാം. അവിടെ പിന്നെ ഈ അന ഹസിമുഹു അല്ലെങ്കിൽ അന ഹസംതുഹു എന്ന് ഈ ജൂത പണ്ഡിതൻ ആളുകളെ നോക്കിയിട്ട് പറയുമ്പോൾ എന്താ, ഞാനൊരു വാദപ്രതിവാദം നടത്താണ്, ഞാൻ ഇതിൽ ഉത്തരം മുട്ടിക്കുമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുരോഹിതന്മാരെ വെച്ച് പ്രത്യക്ഷത്തിൽ തന്നെ ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ മുമ്പിൽ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. പക്ഷേ ശരിയാണ്, ഈ വാദപ്രതിവാദം നടത്തുമ്പോൾ വിവരമുള്ള ഇതേപോലെ നല്ല പ്രതികരണം ഉണ്ടല്ലോ, വൈജ്ഞാനികമായിട്ടുള്ള പ്രതികരണം
അതുണ്ടാകുന്ന ആളുകളാണ് അതിന് നിന്നു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. പലപ്പോഴും സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഈ വാദപ്രതിവാദം ഉണ്ടല്ലോ അതിൻ്റെ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. പല പൂർവികരിൽ നിന്നും ഈ വാദപ്രതിവാദം നടത്തുന്നത്, തർക്കിക്കുന്നത്, ഭയങ്കര എതിർപ്പ് അതിൽ വന്നിട്ടുണ്ട്. ശക്തമായി പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരക്കേട് കൊണ്ട് എന്ത് ചെയ്യും, ആളുകൾ വാദപ്രതിവാദത്തിനകത്ത് പോകും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ, വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. സത്യം അസത്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആളുകൾ പിന്നെ അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ, അതാണ് എൻ്റെ വിഷയം. അതില്ല എങ്കിൽ ഇപ്പോൾ ഈ അത്തബഖാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ്, ഷാഫി മദബിലെ ഫുഖഹാക്കളുടെ ചരിത്രം പറയുന്ന കിതാബാണ് അത്തബഖാത്തു ഷാഫിഇയ്യ. അതിലൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ ഷാഫി മദബിലെ ഫുഖഹാക്കൾ, അൽ ഇസ്ഫറായിനിയെ പോലുള്ളവർ ഖാദി അബ്ദുൽ ജബ്ബാർ എന്ന മുഅ്തസിലിയോട് നടത്തിയ സംവാദം ഞാനൊന്ന് വായിച്ചു. വളരെ സുന്ദരമായ വാദപ്രതിവാദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നസാറാക്കളോട് നടത്തിയ സംവാദം, ഈ അഹ്മദിയ എന്ന് പറയുന്ന റിഫായി തരീഖക്കാരോട് നടത്തിയ സംവാദം, ഖുബൂരികളോട് നടത്തിയ അദ്ദേഹത്തിൻ്റെ സംവാദം, അതേപോലെ തന്നെ പിന്നെ ഈ ഇത്തിഹാദിൻ്റെയും വഹദത്തുൽ വജൂദിൻ്റെയും ആളുകളുണ്ടല്ലോ, ഈ പഠിച്ചോൻ പടപ്പുകളിൽ സന്നിവേശിച്ചു എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിൻ്റെ ആ ആളുകളോട് നടത്തിയ സംവാദം, അതിൻ്റെയൊക്കെ ധാരാളം ആ വിഷയത്തിലൊരു രചന തന്നെ ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം നടത്തിയതായ വാദപ്രതിവാദങ്ങളുടെ. നല്ല വിജ്ഞാനമുള്ള ആളുകൾ ഈ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ അതിൻ്റേതായ സ്വാധീനമുണ്ട്, വലിയ ചരിത്രങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും ഉണ്ട്. പക്ഷേ പിന്നെ എപ്പോഴും ഈ അബു അബ്ദുല്ലാൽ അന്ദുലുസി എന്ന് പറഞ്ഞ സ്പെയിനിലെ ഒരു സലഫി പണ്ഡിതനുണ്ടായിരുന്നു. അബു അബ്ദുല്ലാൽ അന്ദുലുസി, സ്പെയിനിലെ, അദ്ദേഹം ഖഹ്താനിയാണ്. അബു അബ്ദുല്ലാൽ അന്ദുലുസി അൽ ഖഹ്താനി. അദ്ദേഹത്തിന് നൂനിയ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലാത്തുഫ്നി ഉംറക ഫിൽ ജിദാലി മുഖാസിമൻ, ലാത്തുഫ്നി ഉംറക, നീ നിൻ്റെ കാലം തുലക്കരുത്, ഫിൽ ജിദാലി, വാദപ്രതിവാദത്തിൽ, മുഖാസിമൻ എന്നൊരു തർക്കിക്കുന്നവനായിട്ട് ഒരിക്കലും നീ കാലം കഴിക്കാൻ പാടില്ല. ഫഇന്നൽ ജിദാല യുഖില്ലു ബിൽ അദിയാനി, ഫൈനൽ ജിദാൽ, കാരണം ഈ തർക്കം, വാദപ്രതിവാദം അത് യുഖില്ലു ബിൽ അദിയാനി, മനുഷ്യൻ്റെ ദീനിനെ കെടുത്തു, മനുഷ്യൻ്റെ ദീനിനെ കെടുത്തു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഫൈന ജിദാലത്തു യുഖില്ലു ബിൽ അദിയാനി ഫഇദൽ തുരിർത ഇലൽ ജിദാലി വലം തജിദ് ലക മഹ്റബൻ വതലാഖത്തി സഫാനി എന്നാണ്. വൈദ തുരിർത ഇലൽ ജിദാൽ, വാദപ്രതിവാദത്തിന് നിർബന്ധമായിട്ടുണ്ട് എങ്കിൽ, വലം തജിദ് ലക മഹ്റബൻ, വാദപ്രതിവാദത്തിന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടില്ല എങ്കിൽ, അതിന് ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടില്ല എങ്കിൽ വാദപ്രതിവാദം നടത്തണം. എങ്ങനെ? ഫജഅൽ കിതാബ് അല്ലാഹി ദിർഅൻ സാബിഗൻ, അപ്പോൾ നീ അള്ളാൻ്റെ കിതാബിനെ പരിചയമാക്കി, പിന്നെ വസുന്നത്തൽ ബൈദ, സുന്നത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്യേണ്ട അതിൻ്റെ മര്യാദകളും കാര്യങ്ങളും ഒരു കവിതയിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഏതായാലും ഈ അൽ ജിദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹുക്കുമും അതേപോലെ തന്നെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ അദബുകൾ, അതിൻ്റെ നിബന്ധനകൾ, അതൊക്കെ ഒരു പ്രധാന വിഷയമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുശ്രിക്കുകൾ അള്ളാഹുവിൽ നിന്നെല്ലാം നേടിയിട്ട് ആ അള്ളാഹുവിനെ തന്നെ സ്വീകരിക്കുന്ന വിഷയത്തിൽ, അവനെ ഏകനാക്കി ആരാധിക്കുന്ന വിഷയത്തിൽ തർക്കിക്കുന്ന വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.